കൂടെ ഉണ്ട്. അപ്പൊ AJP പുതിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ അതിന്റെ വിശേഷങ്ങളൊക്കെ AJP നിലവില് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനൂസ് കിച്ചനാണ്. ക്യാരക്ടർ റോള് റാം മനോഹർ എന്ന ക്യാരക്ടർ ചെയ്യുന്നു. അത് ഇപ്പോൾ 2 എപ്പിസോഡ് കഴിഞ്ഞു. ഇനിയും 3-4 എപ്പിസോഡ് വരാനുണ്ട്. പിന്നീട് ഷോർട്ട് ഫിലിം ഇപ്പോൾ ജംഗിൾ സുന്ദരിയുടെ പ്രൊമോ സോങ് ഇറങ്ങി. എൻ്റെ സീൻസ് ഷൂട്ട് ചെയ്യണം. 2-3 ദിവസം ഷൂട്ടുണ്ട്. പിന്നെ വിഹാര രാത്രികൾ വിനീതേട്ടൻ വർക്ക് ചെയ്യുന്നു. ഗബ്രിയൽ കൊയൽ എന്ന് പറഞ്ഞ വർക്ക്, അങ്ങനെ 3 വർക്ക് ഷോർട്ട് ഫിലിം ഉണ്ട്. പിന്നെ സിനിമയുണ്ട്. കൂടുതൽ എന്നുള്ള സിനിമ മെയ് 22-ന് തിയേറ്ററിൽ എത്തുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ നല്ലൊരു വർക്കായിരിക്കും, എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. കാരണം നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. അതിലൊരു നല്ലൊരു സംഭവം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം എല്ലാ മേഖലയിലായിട്ടും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. സിനിമ ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, സീരിയൽ ചെയ്യുന്നുണ്ട്, പിന്നെ ആഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ, അങ്ങനെ ഒരുപാട് വർക്ക്, പിന്നെ വിഷസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മേഖല കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഒരുപാട് ശത്രുക്കൾ വരുന്നുണ്ട്. എന്തായാലും എന്നെ ഒരുപാട് പേര് വെല്ലുവിളിക്കുന്നുണ്ട്, വധഭീഷണി വയ്ക്കുന്നുണ്ട്. അതിനെതിരെ എന്തായാലും നിയമ നടപടി, അമ്മയായിട്ട് എൻ്റെ അമ്മ അനിയപ്പനേല അത്യാവശ്യം ടീച്ചറാണ്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കെതിരെ പണിവെക്കുന്നവർക്കെതിരെയൊക്കെ കേസ് കൊടുക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഞാനിപ്പോൾ. കാരണം ഈ എൻ്റെ വധഭീഷണി വയ്ക്കാനുള്ള ആൾക്ക് കൂട്ടായിട്ട് എത്ര പേര് അന്ന് വന്നു, അവർക്കെതിരെയും കേസ് പോകാവുന്ന രീതിയിൽ വരും. കാരണം അവനെ പിടിക്കുമ്പോൾ ആരൊക്കെയാണ് അന്ന് അവനോട് തല്ലാൻ ഓടിച്ചിട്ടൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ പിടിക്കും. പേര് ഞാൻ പറയുന്നില്ല അല്ല. അവനെന്തായാലും കൊച്ചി മച്ചാൻ ഉടൻ തന്നെ ചോദ്യം ചെയ്യും. അറസ്റ്റൊന്നും ചെയ്യുന്നൊന്നുമില്ല. കാരണം അവിടെ സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ അവനെന്തോ ഒരു കിളി പോയെന്നാണ് പറഞ്ഞത്. ഇതാണോ നോക്കാം. എന്തായാലും അമ്മ അനിപ്പരുടെ വഴി എന്തായാലും മുഖേന എന്തായാലും ഞാനത് നിയമം മുഖി കേസ് കൊടുക്കും. കാരണം എനിക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ എനിക്കെതിരെ കൊല്ലാൻ വന്നപ്പോൾ ഒരാൾ അതിനെതിരെ ഒരു വാക്ക് മിണ്ടുന്നില്ല. പക്ഷെ അതെനിക്ക് സംസാരിക്കാൻ അറിയാം. ബട്ട് ഞാൻ എൻ്റെ മേഖലയായിട്ടുള്ള നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ മുഴുങ്ങാത്തത് കാരണം എനിക്ക് എൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. കാരണം സീരിയൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഒരു വലിയൊരു ചാനലിൽ സീരിയൽ വന്നിട്ടുണ്ട്, മയിൽമരമേലുണ്ട്. നിലവിൽ വേറെ ചാനലിൽ വന്നിട്ടുണ്ട് പുറത്തുള്ള. പിന്നെ വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വന്നിട്ടുണ്ട്, ലൈൻ ബൈ ലൈൻ ആയിട്ട് ചെയ്യണം. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള തിരക്കിലാണ്. പിന്നെ എന്നാലും നമ്മള് സാമൂഹികമായിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. മറ്റേ ഈ അയൽവക്കക്കാരുടെ വീട്ടിലെ കല്യാണത്തിനും മരിപ്പ് വീട്ടിലൊക്കെ പോകാറുണ്ട്, സന്ദർശിക്കാറുണ്ട്, ബ്ലസ് ചെയ്യാറുണ്ട്. അതിന്റെ എല്ലാ വീഡിയോയും ഞാൻ പുറത്തു വിടാറില്ല. പക്ഷെ കല്യാണത്തിന് പോകുന്ന വീഡിയോ ഒക്കെ പുറത്തുവിടാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മരണാനന്തര ചടങ്ങിന് പോകുന്ന വീഡിയോയും പുറത്തുവിടും. കാരണം ഞാൻ സാധാരണക്കാരായിട്ട് ഇടപെടുന്നില്ലെന്ന് പറയുന്ന ആൾക്കാരോട് അതും ഞാൻ പുറത്തുവിടുന്നതായിരിക്കും. കാരണം ഇന്നാള് അത് നിങ്ങൾ കണ്ടായിരിക്കും. പൊന്നമ്മ ചേച്ചിയുടെ ഒരു മരിപ്പിൻ്റെ അന്ന് ഞാൻ പോയായിരുന്നു. റിവ്യൂ മേഖലയിൽ ഞാൻ മാത്രമേ പോയുള്ളൂ പൊന്നമ്മ ചേച്ചിയുടെ മരിപ്പിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ പാചകം അല്പം ചെയ്യും. ഇനിയിപ്പം പാചകത്തിൻ്റെ ഒരു കുക്കിംഗ് വിത്ത് സെലിബ്രിറ്റി എന്ന് പറഞ്ഞൊരു ഷോ മാപ്സിക് വഴി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സെലിബ്രിറ്റി വഴി. ആദ്യം നമുക്ക് ബിപിൻ ജോർജ് സാറിനെ വെച്ചാണ് പ്ലാൻ നോക്കുന്നത്. അറിയില്ല സാറിന് ഡേറ്റ് കിട്ടുമെന്ന് നോക്കാം. രാവിലെ ചോലസ്കിയുടെ ഡയറക്ടറായിട്ട് സംസാരിക്കണ്ട, എന്താ സംഭവം? ചോലോസ്കി ഡയറക്ടറോട് സംസാരിച്ചത് നമ്മുടെ റിയാസ് മുഹമ്മദ് സാർ. ചോലോസ്കി ഓഗസ്റ്റ് സെപ്റ്റംബറിൽ റിലീസ് പ്ലാൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്തോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടാണ്. എന്തായാലും റിലീസ് വൈകാണ്ട് തന്നെ ഉണ്ടാവും. പിന്നെ അന്ന് സംഭവിച്ചു പോയ കാര്യങ്ങൾ IMA വെച്ച് ഇടിയൊന്നും ഉണ്ടായില്ല. ഇടിക്കാൻ ഓടിച്ചിട്ട് തല്ലാൻ കൊല്ലാനൊക്കെ പറഞ്ഞ് ഓടിച്ചിട്ട് മൂ പ മാ മേ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവൻ എന്നെ തെറി വിളിച്ചത്. അപ്പൊ എന്താ ഉദ്ദേശിക്കാമല്ലോ. അപ്പൊ പൂവും മായും കുട്ടിയൊക്കെ തെറി വിളിക്കുമ്പോ അത് എത്ര വേണ്ട വാക്കുകൾ വിളിച്ചിട്ടും ഈ IMA ആൾക്കാരില്ലേ, ഈ അകത്തേക്ക് കയറിയപ്പോ അവര് തടഞ്ഞില്ല. മനസ്സിലായ? പുറത്തേക്ക് വന്നപ്പോഴാണ് ഉന്തി മാറ്റിയത്. മനസ്സിലായ? അവരെന്താ പൊട്ടന്മാരാണ്. മനസ്സിലായ? അവരൊന്നും മാറ്റാൻ പാടില്ല ഇങ്ങനെ വയലന്റ് ആകുമ്പോ തന്നെ സെക്യൂരിറ്റീസ്. മനസ്സിലായ? അപ്പൊ നമ്മൾ അവിടെ നിന്ന് നിൽക്കുമ്പോ തന്നെ പിടിച്ച് മാറ്റുക, അല്ലെങ്കിൽ ഞാൻ എന്നെ വിടാനുള്ള ഒരു ഇത് ചെയ്യുക. അതൊന്നും ചെയ്യണില്ല ആൾക്കാർ. മീഡിയക്കാരും നമ്മളെ ക്യാമറയുടെ ഒരു പകർത്തനല്ലാണ്ട് ഈ നമ്മളെ പോകാനുള്ള സാധ്യത ഉണ്ടാക്കണം. ഞാൻ പിന്നെ എന്നിട്ട് ഇത് കണ്ടില്ലേ, കാണാൻ പറ്റണ്ട ഒരു പാട് കണ്ട പാട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ പോകാൻ നോക്കിയത്. അപ്പൊ ഓട്ടോറിക്ഷയുടെ നേരെ കയറേണ്ടതിന് ഞാൻ വേറെ വഴി കൂടെ കയറിയത്. കാരണം അവർ ആ സൈഡ് ബ്ലോക്ക് ചെയ്യണം ആ ഒരു മോൻ. മനസ്സിലായ?
അപ്പൊ അതൊക്കെ തെറ്റാണ്. എന്തായാലും നിയമത്തിന്റെ പുറകെ ഞാൻ പോകും. കാരണം അവര് വധഭീഷണി ഇന്റർവ്യൂവിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലും വലിയ കാര്യങ്ങൾ വന്നിട്ട് വീട്ടിലെ വന്നിട്ട് ആരും ചില്ലോ ഒന്നും പൊടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കൊച്ചി വന്നിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായാലും നോക്കാം.